അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ അൻ-നിസാ എന്ന സൂറത്താണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ആൽ ഇംറാൻ സൂറത്തിലെ അവസാന വചനമായിരുന്നു. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൻ നിസാ, മദീന ജീവിതകാലത്തെ അവതരണം. അതായത് ഈ സൂറത്ത് ഒരു മദനി സൂറത്താണ്. സൂറത്തുൻ നിസാ ഒരു മദനിയായ സൂറത്താണ് എന്നതിലുപരി ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹവും ഭരണകൂടവും കെട്ടിപ്പടുക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് അവതരിക്കപ്പെടുന്നത്. ഇതിലെ ഭൂരിഭാഗം വചനങ്ങളും ഹിജ്റ 3-4 വർഷങ്ങളിലായി, അതായത് ചരിത്ര പ്രസിദ്ധമായ ഉഹദ് യുദ്ധത്തിന് ശേഷമുള്ള കാലയളവിലാണ് അവതരിച്ചത്. ഉഹദ് യുദ്ധാനന്തര സാമൂഹിക പ്രതിസന്ധി ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉഹദ് യുദ്ധമാണ്. ഉഹദ് യുദ്ധത്തിൽ 70ഓളം മുസ്ലിം പുരുഷന്മാർ രക്തസാക്ഷികളായി. ഇതേ തുടർന്ന് മദീനയിൽ പെട്ടെന്ന് ധാരാളം സ്ത്രീകളും കുട്ടികളും വിധവകളും അനാഥകളുമായി മാറി. അവരുടെ സംരക്ഷണം, സ്വത്ത് പരിപാലനം എന്നിവ മദീനയിലെ ഇസ്ലാമിക സമൂഹത്തിന് മുന്നിൽ വലിയൊരു സാമൂഹിക പ്രതിസന്ധിയായി ഉയർന്നു വന്നു. അനാഥകളുടെയും സ്ത്രീകളുടെയും അവകാശ സംരക്ഷണം. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ്യ, അതായത് അജ്ഞാന കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും സ്വത്തുക്കളിൽ. അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന രക്ഷാകർത്താക്കൾ അവരുടെ സ്വത്തുക്കൾ സ്വന്തം ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാറുണ്ടായിരുന്നു. സൗന്ദര്യമുള്ള അനാഥ പെൺകുട്ടികളുടെ അവരുടെ സംരക്ഷകർ തന്നെ വിവാഹം കഴിക്കുകയും അവർക്ക് കൃത്യമായ മഹർ നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അനാഥകളുടെ സ്വത്തുക്കൾ കൃത്യമായി കൈമാറാനും 2-ാമത്തെ ആയത്ത് ഇതിൽ പറയുന്നത്. അവരോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ മറ്റു സ്ത്രീകളെ വിവാഹം കഴിക്കാനും അള്ളാഹു കൽപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു സമൂഹം എന്ന നിലയിൽ മുസ്ലിങ്ങൾ പാലിക്കേണ്ട വ്യക്തി നിയമങ്ങളും സാമൂഹിക നിയമങ്ങളും ഈ സൂറത്തിലൂടെ അള്ളാഹു തആല വിശദീകരിച്ച് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ, ഉഹദ് യുദ്ധത്തിന് ശേഷം മദീനയിലുണ്ടായ ആഭ്യന്തരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും സ്ത്രീകൾക്കും അനാഥകൾക്കും പൂർണ്ണമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തി ഒരു സുരക്ഷിത സമൂഹം വാർത്തെടുക്കുക എന്നതുമായിരുന്നു ഈ സൂറത്തിൻ്റെ പ്രധാന അവതരണം. ഇനി നമുക്ക് 1-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സുഹൃത്തുക്കളെ, ആദം, ഹവ്വ എന്നിവരിലൂടെ മനുഷ്യകുലം ഉണ്ടായതായും കുടുംബങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹുവോടുള്ള ഭക്തിയുടെ ഭാഗമാണെന്നും ഈ വചനം ഓർമ്മിക്കുന്നു. അടുത്തത് 2-ാമത്തെ വചനം. വആതുൽ യതാമാ അംവാലഹും വലാ തതബദ്ദലുൽ ഖബീസ ബിത്ത്വയ്യിബ് ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا.
സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണം അനാഥകളുടെ സ്വത്തുക്കൾ അവരെ ഏൽപ്പിക്കാനും അവരുടേത് സ്വന്തം ധനത്തോട് ചേർത്ത് തിന്നരുത് എന്നും നിർദ്ദേശിക്കുന്നു. അതായത് അനാഥകളുടെ സമ്പത്ത് സംരക്ഷിക്കാനും അവരിൽ നിന്ന് നല്ലത് മാറ്റി തൻ്റേത് കൂട്ടിച്ചേർക്കരുതെന്നും ദുരുപയോഗം ചെയ്യരുതെന്നും ഈ വചനം കൽപ്പിക്കുന്നു. അടുത്തതായി മൂന്നാമത്തെ ആയത്താണ്. وَإِنْ خِفْتُمْ أَلَّا تُقْسِطُوا فِي الْيَتَامَى فَانكِحُوا مَا طَابَ لَكُم مِّنَ النِّسَاءِ مَثْنَى وَثُلَاثَ وَرُبَاعَ فَإِنْ خِفْتُمْ أَلَّا تَعْدِلُوا فَوَاحِدَةً أَوْ مَا مَلَكَتْ أَيْمَانُكُمْ ذَلِكَ أَدْنَى أَلَّا تَعُولُوا. അനാഥകളോട് നീതി കാണിക്കാൻ കഴിയില്ലെന്ന് ഭയമുണ്ടെങ്കിൽ മറ്റ് സ്ത്രീകളിൽ നിന്ന് 2, 3, 4 വിവാഹം കഴിക്കാം. എന്നാൽ നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരാളെ മാത്രം വിവാഹം കഴിക്കുക. അനാഥ പെൺകുട്ടികളോട് നീതി കാണിക്കാൻ കഴിയില്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കാതെ മറ്റ് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിർദ്ദേശിക്കുന്നു. ബഹുഭാര്യത്വം അനുവദനീയമാണെങ്കിലും ഭാര്യമാർക്കിടയിൽ കർശനമായ നീതി പുലർത്താൻ കഴിയാത്തവർ ഒരാളെ മാത്രം വിവാഹം കഴിക്കണമെന്നാണ് ഇതിലെ പ്രധാന നിർദ്ദേശം. അല്ലാഹു തആല നമുക്കിത് മനസ്സിലാക്കാനും ഇതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.